മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. കള്ളക്കേസിൽ കുടുക്കിയ മാർക്കോ എന്ന മാർക്കണ്ഡേയനെ ഈ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. ഇതിന്റെ സൂത്രധാരൻ ഇവനാ. അത് കോടതിയിൽ ഇവനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി. അവനിനി എന്റെ പരിധിക്ക് പുറത്തല്ല, പരിധിക്ക് ഉള്ളിൽ തന്നെ. ഒരു ജോലി തന്ന അത് മാന്യമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എനിക്കുണ്ടായ പല പരാജയങ്ങളും ഒഴിവാക്കായിരുന്നു. സാറ് കരുതുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല മഹാലക്ഷ്മി. അത് സാറിനും അറിയാലോ. അതറിയാവുന്നുണ്ടോടാ? നിന്നെ പോലെ പൈസ തന്നിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. എന്നിട്ട് കണ്ണനെ പോലെ ഭാര്യയോട് നീതി പുലർത്താൻ പറ്റാത്ത ഒരുത്തനുമായിട്ട് അവളെ വേർപെടുത്താൻ നിനക്ക് കഴിഞ്ഞില്ല. അന്ന് നിന്നെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നിന്റെ നെഞ്ചാൻ കൂടെ അടിച്ച് പൊളിച്ചേനെ ഞാൻ പറഞ്ഞ നീ കേട്ടല്ലോ. എടാ, കൃത്യമായിട്ട് മുതലും പലിശയും സഹിതം എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം. അതല്ലെങ്കിലേ നീ അങ്ങ് തീർന്നെന്ന് കൂട്ടിക്കോ. എണീറ്റ് വീട്ടിൽ പോണ നാറി. ഇനി അടുത്തവൻ തല്ലാനായിട്ട് വരുവാണോ എന്തോ. എന്താടാ നീയും അവനും തമ്മിൽ ബന്ധം? സാറാരാ? ഞാനാരാണെന്നൊക്കെ പറഞ്ഞുതരാം. മര്യാദയ്ക്ക് വണ്ടി കയറ്. നിന്റെ വണ്ടി പിന്നെ എടുക്കാം. എന്തിനാ സാറേ? കയറാ അങ്ങോട്ട്. ഇവനിനി ഏത് ഭീകരനാണോ എന്തോ. പാടാ അങ്ങോട്ട്. അമ്മേ, വാ കേറ്. ഒന്ന് കേറ്. കേറങ്ങോട്ട്. അമ്മേ, അയ്യോ അയ്യോ അയ്യോ. പിടിച്ചിരുന്നോ. ഇനി കഥകൾ ഇത് കുടിച്ചുകൊണ്ട് പറ. ലോപ്പസേ, ഓ, അപ്പൊ ഈ ഇരിക്കുന്നവനാണ് മഹാലക്ഷ്മിയും കണ്ണസാറിനെ തമ്മിൽ അകറ്റാൻ നോക്കിയത്. ആണോടാ? അവർക്കിടയിലേക്ക് ഇവനെ പറഞ്ഞു വിട്ടത് അവനാ, ആ മേഘനാഥൻ. ഇവനെ എനിക്ക് നേരത്തെ അറിയാലോ. ഇവനെ പെൺകുട്ടികളെ വളച്ചെടുക്കാൻ വലിയ കഴിവാ അല്ലടാ? എടാ, എല്ലാ പെൺകുട്ടികളെയും അതേപോലെ വരുതിയിലാക്കാൻ പറ്റില്ല. ഞാൻ പൈസയ്ക്ക് വേണ്ടിയാട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. നീ എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട, മാർക്കൊന്ന് വിളിച്ചാൽ മതി. ഇനി നിനക്ക് ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുമോ? നിന്റെ ഈ തരികിട പരിപാടികളൊക്കെ കളഞ്ഞിട്ട്. ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചു. ഇവനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ലേ മാർക്കോ? ഇവന്റെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാ. എടാ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നവരാ മഹാലക്ഷ്മിയും കണ്ണസാറും. മേഘനാഥനാണ് നിന്നെ അവരുടെ ഫിനാൻഷ്യൽസിലേക്ക് കടത്തിവിടുന്നതെങ്കിലും അവിടെ ചെന്നതിന് ശേഷം നീ ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്തിരുന്നെങ്കിൽ അവര് നിന്നെ കൈവെള്ളയിൽ വെച്ച് നോക്കിയേനെ. അതെനിക്ക് പിന്നീട് മനസ്സിലായി. മഹാലക്ഷ്മിയുമായിട്ട് കുറച്ച് ദിവസങ്ങൾ ഒന്നിച്ച് സഞ്ചരിച്ച ശേഷം എന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി മാർക്കോ. അങ്ങനെ മാറ്റം ഉണ്ടായെങ്കിൽ നല്ലത്. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ കോടതിയിൽ നിന്ന് അവനെ ഫോളോ ചെയ്ത് വന്നത് റോഡിലിട്ടിടിച്ച് അവന്റെ നെഞ്ചും കൂട് വാട്ടാനാ. ആ സമയത്താ അവൻ നിന്നെ തല്ലുന്നത് ഞാൻ കണ്ടത്. പിന്നെ നീയായിട്ട് സംസാരിച്ചിട്ടാവാൻ ബാക്കിയെന്ന് കരുതി. ഈ
മേഘനാഥനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? എന്റെ മാർക്കോ, അവനെ പോലൊരു ചതിയനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഈ മഹാലക്ഷ്മിയെ കണ്ണൻ സാറ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവൻ മഹാലക്ഷ്മിയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതിന് മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കർണത്തെ അടിയും കിട്ടിയിട്ടുണ്ട് ഇവന്. അതല്ലാതെ അവന് വേറെ പെൺകുട്ടികളുമായിട്ട് ബന്ധം വല്ലതും ഉണ്ടോ? അതെ, അതൊക്കെ നിനക്കറിയായിരിക്കുമല്ലോ. ഉണ്ടോന്നോ? അവന് ആ വകയിൽ ഒരു കുഞ്ഞുള്ളതായിട്ടും എനിക്കറിയാം. ആഹാ, അവര് ഈ നാട്ടിൽ തന്നെ ഉണ്ടോ? ആ, ഇവിടെ തന്നെയുണ്ട്. മാനസ എന്ന ആ പെൺകുട്ടിയുടെ പേര്. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞായിരുന്നു തുടക്കം. അതിലൊരു കുട്ടിയുണ്ട്, അപ്പു എന്നാ പേര്. ഈ പറയുന്ന മാനസയുടെ വീട് നിനക്കറിയോ? പിന്നെ എനിക്കറിയാം. എങ്കിൽ നമുക്ക് ആ റൂട്ടൊന്ന് മാറ്റണമല്ലോ ലോപസേ. കണ്ണസാറിന്റെ പെങ്ങള് ഈ മേഘനാഥനെ കല്യാണം കഴിക്കുന്നതിൽ കണ്ണസാറിന് ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ടും കണ്ണസാറിനെയും മഹാലക്ഷ്മിയെയും ധിക്കരിച്ചിട്ടാണ് അവള് മേഘന്റെ ജീവിതത്തിലേക്ക് പോയത്. അപ്പോ അവൾക്കും അവനും ചെറിയ ശിക്ഷ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതിന് നീ ഞങ്ങളെ സഹായിക്കണം. എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എനിക്കൊരു അപകടം ഉണ്ടായാൽ എൻ്റെ കൂടെ നിൽക്കണം. എടാ, ഞങ്ങളെ വിശ്വസിച്ച് ഒരാൾ ഞങ്ങൾക്കൊപ്പം നിന്നാ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് നിന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് നുള്ളിയിടാൻ മറ്റൊരാൾക്ക് പറ്റൂ. ഈ മേഘനാഥൻ എന്ന് പറയുന്നവൻ ഹൃദയമില്ലാത്തവനാ. അതുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ ക്ഷതം തട്ടുന്നതിൽ കുഴപ്പമില്ല. എന്താ ലോപ്പസേ? ഉറപ്പായിട്ടും അത് വേണം. അവൻ കിടന്ന് നട്ടം തിരിയണം. എന്നാ കുറിച്ചിട്ടോ, ഇന്നു മുതൽ അവൻ നട്ടം തിരിയാൻ പോവുക. അവന് സ്വസ്ഥതയില്ലാതെ വാലില് തീ പിടിച്ച് ഓടണം. അങ്ങനെ ഓടിക്കാൻ പോകുന്നത് ഞാനോ ലോപ്പസോ ഒന്നുമല്ല, നീയാ സാഗറേ, നീ. യുവർ ഓണർ, റിമ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും ദേവരാജനും സതീഷും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നാണ് പറയുന്നത്. എന്നാൽ റിമയുടെ വീടായ തടത്തിൽ വീട്ടിൽ നിന്നും മയക്കുമരുന്നുമായി റിമയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടിക്കൊപ്പം 5 ചെറുപ്പക്കാർ കൂടി ഉണ്ടായിരുന്നു. ഹലോ, എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ കോടതിയിലെ കണ്ണേട്ടന്റെ പെർഫോമൻസിനെ പറ്റി ആലോചിക്കായിരുന്നു. ഈ നാട്ടിലുള്ള മറ്റേത് വക്കീലിനെ വെച്ചാലും മേഘൻ അവരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊഴിവാക്കണമെന്ന് തോന്നിയതുകൊണ്ടാ ഞാനും അനന്തവും ഇന്നലെ രാത്രി പകലാക്കിയത്. എടാ, ഞാൻ ജർമ്മനിയിലെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. എന്നിട്ട് ഇവിടെ ഒരു വക്കീൽ ഓഫീസ് ഇട്ടാ നമുക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നീയും ഞാനും ഒക്കെ ചെയ്തതേ അത്രയ്ക്ക് തലപോയിക്കുന്ന പണിയല്ല. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001-9001-56, 8000-8001-20. ഇവിടെ പിന്നെ എത്ര ഉറക്കം നഷ്ടപ്പെട്ടാലും മാർക്കോ എന്ന നല്ല ചെറുപ്പക്കാരൻ പുറത്തു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇയാളുടെ രണ്ടാനച്ഛനാ ഞങ്ങൾക്കെതിരെ മാർക്കോയ്ക്ക് കൊട്ടേഷൻ കൊടുത്തത്. പണം പറ്റിയിട്ട് അവൻ അയാളോട് നന്ദി കാണിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാനും ഇയാളും ഇല്ല. അത് ശരിയാ നന്ദുവേട്ടാ. ഇത് എത്രാമത്തെ തവണയാണെന്നറിയോ
മാർക്കോ ഞങ്ങളെ രക്ഷിക്കുന്നത്. ഇപ്പൊ എനിക്ക് നിങ്ങളെക്കാളൊക്കെ സന്തോഷം തോന്നുക എന്നുവെച്ചാ ഒരു തവണയെങ്കിലും മാർക്കോയെ സഹായിക്കാൻ പറ്റിയല്ലോ. ക്യാഷായിട്ട് എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചാ അയാളത് വാങ്ങില്ല. ജോലി കൊടുക്കാന്ന് വെച്ചാ അതും സ്വീകരിക്കില്ല. അതങ്ങനെ ഒരു ടൈപ്പായി പോയി. പിന്നെ ഇതുപോലെ ചെയ്യാവുന്ന സഹായങ്ങളെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? അയാളെ നിങ്ങളുടെ ബോഡി ഗാർഡ് ആക്കുന്നത് എന്തുകൊണ്ട് നല്ലതാ. അയാൾ അത് സ്വീകരിക്കെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആലോചിക്കാനൊന്നുമില്ല. നാളെ മുതല് അയാൾ ഞങ്ങളുടെ ബോഡി ഗാർഡാ. ഒന്നും ചെയ്തില്ലെങ്കിലും മാസം നല്ല ശമ്പളം കൊടുക്കാൻ തയ്യാറാ. കമ്പനിയിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന പലർക്കും മാസാമാസം ഞാൻ നല്ല സാലറി കൊടുക്കുന്നുണ്ട്. പിന്നെ പണത്തോട് ആർത്തിയില്ലാത്ത മനുഷ്യസ്നേഹിയായ ഒരു പയ്യനെ സഹായിക്കുന്നോണ്ട് എന്താ കുഴപ്പം? നീയും മഹിയും കൂടെ എന്തായാലും അയാൾക്ക് വിശാലമായൊരു പാർട്ടി കൊടുക്കണം. എന്നിട്ട് ഒരു ജോലിയും വാഗ്ദാനം ചെയ്യണം. അയാൾ ഇങ്ങനെ തല്ലും വഴക്കൊക്കെ ആയിട്ട് നടന്നാ അയാളുടെ ആയുസിന് ഒരു ഉറപ്പുമില്ല കണ്ണ. അയാളെപ്പോലുള്ളവർ ജീവിച്ചിരിക്കേണ്ടത് നമ്മളെപ്പോലുള്ളവരുടെ ആവശ്യം. കേട്ടോ മഹി, രണ്ടാളും LLB കഴിഞ്ഞവരാണെന്നൊക്കെ അറിയാം. പക്ഷെ വക്കീലിന്റെ കുപ്പായിട്ട് കാണുന്നത് ഇന്ന. നീ അതുമാത്രല്ലേ കണ്ടിട്ടുള്ളൂ, കോടതിയിൽ ഞങ്ങളുടെ പ്രകടനം കണ്ടില്ലല്ലോ. അതെ, ദേ ചോദിച്ചു നോക്ക് അവിടുത്തെ ഞങ്ങളുടെ പ്രകടനത്തെ പറ്റി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ മുമ്പില് ഒരേ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടെ തന്നെ പ്രതികളുടെ സകല ഡീറ്റെയിൽസും ഞങ്ങൾ കളക്ട് ചെയ്തു. മാർക്കോയെ പറ്റിയും അറിയാൻ കഴിയുന്നതൊക്കെ അറിഞ്ഞു വെച്ചു. അതാണ് കോടതിയിൽ ഞങ്ങൾക്ക് തുണയായത്. ആത്മവിശ്വാസവും ജയിക്കുമെന്ന ഉറപ്പും ഉണ്ടെങ്കിൽ ഏത് കോടതിയിലും നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാം, വാദിക്കാം, ജയിച്ചു മടങ്ങുകയും ചെയ്യാം. അതാ ഇന്ന് സംഭവിച്ചത്. അപ്പോഴേ മഹി, ഇങ്ങനെ നിന്നാ മതിയോ? ജയിച്ചു വന്ന വക്കീലന്മാർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ വേണ്ടേ? എന്നാ വാ വാ, ഇന്നെന്തായാലും സ്പെഷ്യൽ ആക്കാം. എന്താ ഉണ്ടാക്കേണ്ടേ? എടാ, മാർക്കോയെ കാണുമ്പോ ഒന്ന് സൂക്ഷിക്കാൻ പറയണം. നിനക്കും മഹിക്കും ഉള്ളതുപോലെ അവനും ഭീഷണി കാണും. അതൊന്നും അവനൊരു പ്രശ്നമേ അല്ലടാ. നീ കണ്ടിട്ടില്ലേ വഴിയരികില് സ്വബോധം ഇല്ലാതെ കിടക്കുന്ന ചില ആൾക്കാരെ, ഈ താടി മുടിയൊക്കെ വളർത്തി വെറുതെ വഴിയിലൂടെ പോകുന്നവരെ നായ്ക്കൾ കടിക്കാറുണ്ട്. ഇവരെ പക്ഷെ ഒന്നും ചെയ്യാറില്ല. അവരിൽ പലരും ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാ. അതുപോലെയാ ഈ മാർക്കോയുടെ കാര്യം. അവന്റെ മനസ്സും പ്രവൃത്തിയും നല്ലതായതുകൊണ്ട് മഹിയെപ്പോലെ തന്നെ ഞാനും അവനെ ദൈവത്തിന്റെ സന്തതിയായിട്ടാ കാണുന്നേ. അതുകൊണ്ട് അവൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അവൻ ആ വിധി ഉണ്ടാവൂ. അല്ലാതെ ആർക്കും അവനെ തല്ലാനോ കൊല്ലാനോ പറ്റില്ല. ഒരു കാര്യം ചെയ്യത്തില്ല. ഏത് നേരവും മാഗസിനും വായിച്ചുകൊണ്ട് ഒറ്റ ഇരിപ്പാ. അതല്ലെങ്കിൽ മൊബൈല് നോക്കും. അനന്തരവളൊക്കെ തന്നെയാ. പക്ഷെ വേറെ ഏതെങ്കിലും വീട്ടിലോട്ടാണ് അവള് പോയിരുന്നെങ്കിലേ പോയതിനേക്കാളും സ്പീഡില് തിരിച്ച് അവളുടെ വീട്ടിൽ പോയി നിന്നേനെ. എടീ, അവള് നീ ആഗ്രഹിച്ച പോലെ പൊന്നും പണവും കൊണ്ടുവന്നിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നു? ഒരിക്കലും പറയത്തില്ലായിരുന്നു. എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? ഇത് അതൊന്നുമില്ലല്ലോ. അവളുടെ നാത്തൂനും ഉണ്ണിയും പിന്നെ ആ പ്രതാപനൊക്കെ സഹായിച്ചതുകൊണ്ട് കല്യാണത്തിന് കുറച്ച് പൊന്നുണ്ടായിരുന്നു അവളുടെ ദേഹത്ത്. അതെല്ലാം കൊണ്ടുപോയി ലോക്കറി വെച്ചു. ഇനി ഇവളുടെ കല്യാണത്തിന് അതൊക്കെ കൊടുക്കുമെന്ന് എന്താ ഉറപ്പുള്ളത്? അമ്മയൊന്ന് പതുക്കെ പറ. മഞ്ജു ചേച്ചി കേട്ട് കഴിഞ്ഞാലേ പിന്നെ അത് മതി, ഇന്നത്തെ ദിവസം പോയി കിട്ടും. ഓ, നിന്റെ ഭാവിക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ പറയുന്നത്.
എന്താടാ മോനെ, അവനെ റിമാൻഡ് ചെയ്തോ? ഇല്ല, അവന് ജാമ്യം കിട്ടി എന്ന് മാത്രമല്ല, കേസ് തള്ളിപ്പോയി. അവനെ തളയ്ക്കൂന്ന് പറഞ്ഞല്ലേ നീ പോയത്? ഇവളുടെ ഏട്ടനാ ചതിച്ചത്. ഇന്ന് കോടതിയിൽ ആ മാർക്കോയ്ക്ക് വേണ്ടി അവിടെ കിടന്ന് അഴിഞ്ഞാടിയത് ആരാന്ന് എനിക്കറിയോ? കണ്ണനാ, അഡ്വക്കേറ്റ് കണ്ണൻ വിശ്വനാഥൻ. കണ്ണേട്ടൻ വീണ്ടും വക്കീലിന്റെ കോട്ടിട്ടോ? ആ LLB കഴിഞ്ഞിട്ട് പേരിന് വേണ്ടി മാത്ര അവൻ കോടതി പോയിട്ടുള്ളത്. വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും കറുത്ത കോട്ടിട്ട് എന്റെ കാലനായിട്ട് അവതരിച്ചു. ആ മാർക്കോ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം വലിയ കഷ്ടപ്പാടാ. എന്ന് വെച്ച് നാട് വിട്ടു പോകാൻ പറ്റുമോ? എടാ, വീട്ടിൽ കയറി പ്രതാപനെ പൊതിരെ തല്ലിയവനാ, ഇങ്ങേരെ വിളിച്ചോണ്ട് പോയി തല്ലു കൊടുത്തവനാ. അവന് പിന്നെ ആരെ പേടിക്കാനാ? മേക്കേട്ടനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മുറപ്പെണ്ണും മുറച്ചെറുക്കനും ആയതുകൊണ്ട് ജാതകം പോലും നോക്കാതെയാ നിങ്ങളുടെ കല്യാണം നടത്തിയത്. പൊരുത്തം കാണത്തില്ലായിരിക്കും, അതുകൊണ്ടാവും കല്യാണശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഇനി അതിന്റെ പഴിയും കൂടെ മോടെ തലയിൽ കെട്ടിവെക്ക്. ആരുടെയും തലയിൽ കെട്ടിവെച്ചതല്ല. കുഞ്ഞുനാൾ മുതലേ പറഞ്ഞു വെച്ച ബന്ധം ചെയ്യായിരുന്നു. അപ്പോഴൊന്നും ജാതകം ചേരുമെന്ന് നോക്കിയില്ല. നോക്കാത്തത് എന്റെ കുഴപ്പമല്ലല്ലോ അമ്മായി. അതൊക്കെ ശരിയാ. പക്ഷേ ഇപ്പൊ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോ എന്തോ ഒരു പൊരുത്തക്കേട് പോലെ. ഓ, ഒന്ന് നിർത്തന്റെ അമ്മേ. ഞാൻ ആകെ പാടെ തളർന്നു കയറി വന്നിരിക്കുക. കോടതി പിരിഞ്ഞ ശേഷം ആ മാർക്കോ എന്നെ ഒരു നോട്ടം നോക്കി. ദഹിപ്പിക്കുന്ന നോട്ടം. അതുകൊണ്ടേ ഏട്ടൻ ഇനി അധികം പുറത്തൊന്നും ഇറങ്ങണ്ട. ഇറങ്ങാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല മോളെ. തല്ലാൻ ഉറച്ച് ഈ മാർക്കോ എന്നവൻ വന്നാൽ വീട്ടിനകത്ത് കയറി തല്ലും. അതാണവൻ. അല്ലെങ്കിൽ കുറച്ചുനാള് നീ വീട്ടിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെ ആരും പേടിച്ച് മാറാനൊന്നും പോകുന്നില്ല. എന്നെ തല്ലുന്നുണ്ടെങ്കിൽ അവൻ എന്നെ തല്ലട്ടെ. നിന്റെ ഏട്ടൻ ഞങ്ങൾ ഇന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വ്രതം എടുത്തിരിക്കുന്നോടി. ഞാനൊന്ന് വീട് വരെ പോട്ടെ. കണ്ണി കണ്ട ഗുണ്ടകളെയൊക്കെ എന്തിനാ രക്ഷിച്ചെന്ന് എനിക്കൊന്ന് അറിയണം. കണ്ണേട്ടനെ കൊല്ലാനായിട്ട് പ്രതാപനങ്ങളും അച്ഛനും കൂടി കൊട്ടേഷൻ കൊടുത്തതേ ഈ മാർക്കോയ്ക്കാ. അതൊക്കെ കണ്ണേട്ടനും അങ്ങേരുടെ ഭാര്യയ്ക്കും അറിയാം. അതുകൊണ്ടാ കണ്ണേട്ടൻ ഇന്ന് കോടതിയിൽ വന്നത്. എന്നാലും ആ മാർക്കോയുടെ ഭീഷണി ഇനി മേഘേട്ടനുണ്ടാവാൻ പാടില്ല. അവൻ വലിയ ഗുണ്ടയാണെന്ന് കരുതി മറ്റുള്ളവർക്ക് ജീവിക്കണ്ടേ? ചെല്ലട്ടെ ചെല്ലട്ടെ, ആരും തടയണ്ട. അവൾ അവിടെ പോയി വഴക്കുണ്ടാക്കിയാലേ എന്തെങ്കിലുമൊക്കെ മെച്ചം നമുക്കുണ്ടാവും. വഴക്കുണ്ടാക്കിയാൽ എന്ത് മെച്ചം ഉണ്ടാവാനാ? ഉണ്ടായില്ലെങ്കിലേ എന്റെ നാവ് ഇനിയും വളയും തിരിയും ഒക്കെ ചെയ്യും. ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് നിയന്ത്രിച്ചാ പോകുന്നത്. അതെ, ഇനി നിങ്ങളും നമ്മുടെ മോന്റെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുവേണ്ടി അർച്ചനയും വഴിപാടും ഒക്കെ നടത്ത്. മോളെ, വൈകുന്നേരം അമ്പലത്തിലേക്ക് ഒന്ന് പോണം കേട്ടോ. അവന്റെ പേരിൽ ഒരു മൃത്യുഞ്ജയ അർച്ചന നടത്തണം. ഒന്നാമത് അവനിപ്പോ ദശാസന്ധി നടക്കുന്ന സമയം. ഇന്ന് കോടതിയിൽ വർഷങ്ങൾക്ക് ശേഷം വക്കീൽ വേഷം കെട്ടിക്കൊണ്ട് കമലേശ്വരത്തെ പയ്യനും അവന്റെ കൂട്ടുകാരനും ലക്ഷ്മിക്കൊപ്പം പോയതേ എന്നെ തല്ലിച്ചതച്ചവനെ രക്ഷിക്കാനാ. അതിന്ന് ഒരു കാര്യം വ്യക്തമാണല്ലോ. എന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് അവനെ നിയോഗിച്ചത് കണ്ണനും അവന്റെ കൂട്ടുകാരനും കൂടിയാ. അങ്ങനെയുള്ളവർ തന്നെ കണ്ണൻ കോടതിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളരുത് മോളെ.
ഇതിന്റെ പേരിൽ വീട്ടിനകത്ത് സംസാരം ഉണ്ടാവണം, വഴക്ക് നടക്കണം. ആ, ഇതെല്ലാം അറിയാവുന്ന ഒരുത്തി ഇവിടെ നിൽപ്പുണ്ട്, മോളുടെ അമ്മ. എനിക്ക് അവരോട് സംസാരിക്കണ്ട. ഡേ, ഞാനാണ് നിന്റെ മൂത്ത മോളുടെ അച്ഛനല്ലാത്തത്. എന്നാ നിന്റെ മോക്ക് നീ അമ്മയാ. അവക്ക് പക്ഷേ നിന്റെ ശബ്ദം കേൾക്കാൻ പോലും താല്പര്യമില്ല. അവള് സംസാരിച്ച എന്താ സംസാരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. കരുണ നിങ്ങളുടെ സ്വന്തം മോളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവളുടെ സ്വഭാവം ഇല്ലാതാക്കിയത് നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടിയാ. നീ ഏതായാലും നിന്റെ മോളെ നല്ല സ്വഭാവത്തിന്റെ നിറ കൊടവായിട്ടങ്ങ് മാറ്റിയല്ലോ. അമ്മേ, എന്നെ തല്ലിയവനായപ്പോ കോടതിയിൽ നിന്ന് ഇവളുടെ മരുമോൻ രക്ഷിച്ചിരിക്കുന്നേ. അതും എല്ലാത്തിനും സാക്ഷിയാവാൻ ഇവളുടെ മോളും ഉണ്ടായിരുന്നു. നിന്റെ ദേഹം ചതയണമെന്ന് മറ്റാരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവളും ഇവിടെ മോളും തന്നെയാടാ. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആയിക്കോ. ഞാൻ എന്നെയും എന്റെ മോളെയും ന്യായീകരിക്കാനൊന്നും പോകുന്നില്ല. എന്നെയും എന്റെ മോളെയും പഴി ചാരുമ്പോഴും അമ്മയും മകനും ഒരു കാര്യം ഓർത്തോ, അമ്മയുടെ മോൻ ചെയ്ത പല പാപങ്ങളും ഇങ്ങരുടെ തലയ്ക്ക് മുകളിലുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് മുതലും പലിശ അടക്കം അതിനൊക്കെ പിഴയൊടുക്കിയേ പറ്റൂ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ്, കേരള മാട്രിമോണി.